നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു തിലകക്കുറി. അതെ. ഹായ് അമൃതക്കുട്ടി. നമ്മുടെ കരിമത്തിന്റെ പൊന്നോമന പുത്രി. സുഖാണോ? ഇഷ്ടമാണോ ജഡ്ജസ് ചോയ്സ്? യെസ്. എക്സൈറ്റഡ് ആണോ? അതെ. പ്രോഗ്രസ് കാർഡ് കാണാനായിട്ട്? ഓക്കെ, നമുക്ക് ഉണ്ണി അങ്കിളിനെ വിളിക്കാം അല്ലേ? വിളിക്കാം. ഓക്കെ, ഉണ്ണി അങ്കിൾ. അമൃതക്കുട്ടി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഒരു നെക്സ്റ്റ് സ്റ്റേജിൽ എത്തിയില്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര എന്തൊക്കെയാണ് പ്ലാൻ? പ്ലാനിങ് ഒക്കെ എന്താ? നന്നായിട്ട് പാട്ട് പഠിക്കണം, കൂടുതൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, നന്നായിട്ട് പാടണം. അതൊക്കെ തന്നെ. ഇതുവരെ എത്ര ഹൺഡ്രഡ്സ് കിട്ടിപ്പോ? വേണ്ട, 3 ഹൺഡ്രഡ്സ് അല്ലേ? പ്രോഗ്രസ് കാർഡ് കണ്ടോ? ഇല്ല, നമുക്ക് കാണാം പ്രോഗ്രസ് കാർഡ്. 300 തന്നെയാണോ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ? ബാക്കി കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഓക്കെ, യെസ്. ഓക്കെ, കറക്റ്റ് ആയിരുന്നു. കറക്റ്റാ പറഞ്ഞത്. 35 സോങ്സ് പാടി. സ്റ്റാർസ് ഒന്നും കാണുന്നില്ലല്ലോ അമൃതക്കുട്ടി. സ്റ്റാർസ് നമുക്ക് വരുത്തേണ്ടതുണ്ട്. പിടിക്കണ്ടേ നമുക്ക് കുറച്ച്? അതെ. അമൃതക്കുട്ടി ഇപ്പൊ തന്നെ 35 പാട്ട് പാടി. അതില് 3 മധുരമഴ പെയ്ച്ച ആളാണ്. ഇനി അതിന്റെ കൂടെ നമുക്ക് സ്റ്റാർ ആഡ് ചെയ്യണം. ഓക്കെ, യെസ്. നമുക്ക് ഫസ്റ്റ് തന്നെ 5 സ്റ്റാർ ആഡ് ചെയ്യാം. അതെ. അപ്പൊ ഇനി നമുക്ക് ജഡ്ജസ് ചോയ്സിലേക്ക് കിടക്കാം. പാട്ടെല്ലാം പ്രിപ്പയർഡ് അല്ലേ? ഏത് കിട്ടിയാലും പാടും. ഓക്കെ, റെഡി. ഒരാളെ ചൂസ് ചെയ്യുക. ഇവിടെ 4 പേരുടെ ഫോട്ടോ കാണിക്കേ. ഇതിൽ ഒരാളെ ചൂസ് ചെയ്യുക, എന്നിട്ട് എന്തുകൊണ്ടാണ് അവരെ ചൂസ് ചെയ്തതെന്ന് പറയാം. മധുവങ്കിൾ. കാര്യം മധുവങ്കിൾ ഇപ്പൊ കൊറേ നാളായല്ലോ വന്നിട്ട്, അപ്പൊ ഞാൻ മിസ് ചെയ്യണ്ട്. അതുപോലെ തന്നെ മധുവങ്കിളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധുവങ്കിള് കുറെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഞാൻ എടുത്തു വെച്ച് കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, മധുവങ്കിൾ എന്താ തരുന്നത് നോക്കാം. ഏത് പാട്ടാണ് നോക്കാം. മധുവങ്കിൾ തുള്ളിച്ചാടുക. മീനുട്ടിയുടെ കഞ്ഞിയിൽ പാറ്റയിടലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇവർക്ക് ജഡ്ജസ് ചോയ്സ് കൊടുക്കുന്നതിന്? അന്ന് വെച്ചാ എന്നാ, ആങ്കറിങ് ചെയ്യാൻ പോണ്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ആങ്കറിങ് അമൃതക്കുട്ടി ചെയ്യണോ? മീനുട്ടി എങ്ങനെയാണ് ആങ്കർ കാണിക്കണം. ശരി, ഓക്കെ. എങ്ങനെ മാറ്റിയിട്ട് വേറൊരാള് വരാനുള്ള? ഞാൻ ഉണ്ണിയങ്കളുടെ കൂടെ വന്നിരിക്കോ, ഇരുന്നോളാ. മീനുട്ടി ചേച്ചി ആങ്കർ ചെയ്യുന്ന? അമൃതക്കുട്ടി ആങ്കർ ചെയ്തോ? എന്താ പറയണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇൻട്രോയോ? അമൃതക്കുട്ടിക്ക് പറയാം. ഇഷ്ടമുള്ള ചെയ്യാം. യുവർ ഇമാജിനേഷൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് തന്നെ അമൃതക്കുട്ടിയാണ് പാടാൻ വേണ്ടി ക്ഷണിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. ഓക്കെ, അപ്പൊ അമൃതക്കുട്ടി വന്നു. ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. പിന്നെ നമ്മുടെ ജഡ്ജസ്, പിന്നെ നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരായ MJ അങ്കിളിനെ വെൽക്കം ചെയ്യാം. വെൽക്കം MJ അങ്കിൾ. ഉണ്ണിമേനോൻ സാർ വെൽക്കം. ആര്യ ചേച്ചി വെൽക്കം. പിന്നെ നമ്മുടെ ടോപ്പ് ബാൻഡിനെയും കൂടെ വെൽക്കം ചെയ്യാം. വെൽക്കം ടോപ്പ് ബാൻഡ്. വെൽക്കം. ഓ, എന്നെ സന്തോഷം. ഓക്കെ അല്ലേ? സൂപ്പർ ആയിരുന്നു, സൂപ്പർ, അടിപൊളി. അപ്പൊ ആരാ? മധുവങ്കിളാണ് പണി തന്നത്. ഓക്കെ, ഇനി നമുക്ക് ശരിക്കുള്ള ആളെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരാളെ പറഞ്ഞു. MJ അങ്കിൾ. MJ അങ്കിൾ. ഓക്കെ, പണി തരൂല്ലെന്ന് ഉറപ്പാണോ? ഓക്കെ, മധുരഗാനം. ഓക്കെ, സ്വീറ്റ് സോങ്. അതെ. മധുരഗാനം ഇഷ്ടമാണോ? മെലഡീസ് ഒക്കെ ഇഷ്ടമാണ് അമൃതക്കുട്ടിക്ക്? കേൾക്കാറുണ്ട്. ഇന്ന് പാടാൻ റെഡിയാണോ? ഏത് പാട്ടാ? കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ. കേൾക്കാം അല്ലേ ഉണ്ണിയങ്കിൾ? പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അമൃതക്കുട്ടി ഇതാ പാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോ അതിന് മുന്നേ പ്രേക്ഷകരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമൃതക്കുട്ടി പാടുന്ന സമയത്ത് സ്ക്രീനിന്റെ താഴെ നമുക്കൊരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്തിട്ട് എല്ലാ പ്രേക്ഷകരും നമ്മുടെ അമൃതക്കുട്ടിക്ക് വോട്ട് ചെയ്യണം കേട്ടോ.
അപ്പൊ അത് മനസ്സിൽ എപ്പോഴും വെച്ചോളൂ. ആ രാഗത്തിന്റെ പേരെന്താ? ജനസംബോധിനി. സമ്മോദരി. സമോദിനി. സമ്മോദരി അല്ല. സമോദിനി. സാമോദരി അല്ല, സമ്മോദിനി. സമോദിനി. So Suprabhatham going to be awarded 96.75 out of 100 today. Thank you. ഓൾ ദി ബെസ്റ്റ് അമൃതക്കുട്ട. Thank you. Bye bye. ബൈ. ഗുഡ് Bye. നൈറ്റ്.